ഇന്ന് പുലർച്ചെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവമുണ്ടായി. നൂറുകണക്കിന് യാത്രക്കാർ ചേർന്ന് പുനലൂർ സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചു. അതിന്റെ കാരണം പാലക്കാട് നിന്നും തൂത്തുക്കുടിയിലേക്ക് പുറപ്പെട്ട തീവണ്ടി പുനലൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ ബോഗികളിൽ ഒന്നിന്റെ ഷോക്ക് അബ്സർ, അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ തീവണ്ടിയുടെ പിന്നിലെ ഷോക്ക് അബ്സർ സ്പ്രിങ് പൊട്ടിപ്പോയി. സ്പ്രിങ് പൊട്ടിയ ബോഗി മാറ്റി പകരം ഒരു ബോഗി സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി പോകുന്നതിനോ കാലതാമസമെടുത്തു. ഏകദേശം 2 മണിക്കൂറോളം തീവണ്ടി ഈ സ്റ്റേഷനിൽ തന്നെ പിടിച്ചിട്ടു. ഇന്ന് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള നൂറുകണക്കിന് യാത്രക്കാരായിരുന്നു ഭൂരിഭാഗവും. എന്തോ അട്ടിമറി സംഭവിച്ചു എന്നുള്ള തരത്തിലാണ് യാത്രക്കാർ സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചത്. പാലക്കാട് നിന്നും പുനലൂർ വഴി തൂത്തുക്കുടിക്ക് പോയ തീവണ്ടി ബോഗിയുടെ ഉരുക്ക് ഷോക്ക് അബ്സർ സ്പ്രിംഗ് ആണ് യാത്രക്കിടെ പൊട്ടിത്തകർന്നത്. ഇതിനെ തുടർന്ന് 2 മണിക്കൂറോളം തീവണ്ടി പുനലൂർ സ്റ്റേഷനിൽ പിടിച്ചിടേണ്ടി വന്നു. പതിവിന് വിപരീതമായി യാത്ര വൈകിയതോടെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രക്കാർ പുനലൂർ സ്റ്റേഷൻ മാസ്റ്റർക്കും റെയിൽവേ ജീവനക്കാർക്ക് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 12:30 പുനലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. 14 ബോഗികളുമായി പാലക്കാട് നിന്നെത്തിയ തീവണ്ടിയുടെ പിന്നിൽ നിന്നുള്ള 6ാമത്തെ ബോഗിയിലാണ് ഷോക്ക് അബ്സോർബർ തകരാർ കണ്ടെത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഓട്ടത്തിനിടയിൽ വലിയ തോതിൽ അപകടമുണ്ടായേക്കാവുന്ന തരത്തിലുള്ള തകർച്ചയായിരുന്നു ഇത്. കൊല്ലത്ത് നിന്നും തീവണ്ടി പുറപ്പെട്ടതു മുതൽ ഷോക്ക് അബ്സോർബർ തകർച്ച ലോക്കോ പൈലറ്റ് അടക്കമുള്ള തീവണ്ടി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. ഓട്ടത്തിനിടെ ബോഗിയിൽ നിന്ന് അസ്വാഭാവിക ശബ്ദം ഉണ്ടായതോടെയാണ് ഷോക്ക് അബ്സോർബർ തകർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കാരണം പിന്നീട് വേഗത നിയന്ത്രിച്ചാണ് പുനലൂരിലേക്ക് തീവണ്ടി യാത്ര തുടർന്നത്. അപകടാവസ്ഥയിലായ ബോഗി പുനലൂർ സ്റ്റേഷനിലെത്തിച്ച് സൗകര്യപ്രദമായ രീതിയിൽ ഒഴിവാക്കി വീണ്ടും യാത്ര തുടരാം എന്നതായിരുന്നു റെയിൽവേ അധികൃതരുടെ തീരുമാനം. ഇതനുസരിച്ച് രാത്രി 12:30 പുനലൂർ സ്റ്റേഷനിലെത്തിയ തീവണ്ടിയുടെ തകർച്ച നേരിട്ട ബോഗി ഒഴിവാക്കാനുള്ള നടപടികൾ തുടങ്ങി. ഇടഭാഗത്തുള്ള ബോഗി നീക്കം ചെയ്യേണ്ടതിനാൽ കാലതാമസം നേരിടുകയും ചെയ്തു. തീവണ്ടി പുനലൂർ സ്റ്റേഷനിൽ കൂടുതൽ നേരം പിടിച്ചിട്ടതോടെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രക്കാർ ക്ഷുഭിതരായി പ്രതിഷേധമുയർത്തുകയായിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർക്ക് നേരെ മുദ്രാവാക്യം ഉയരുകയും വാക്കേറ്റത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. പരിമിതമായ RPF സേനാംഗങ്ങൾ യാത്രക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വ്യാഴാഴ്ച തമിഴ്നാട്ടിൽ നടന്ന നിയമസഭാ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പോയവരായിരുന്നു യാത്രക്കാരിൽ ഭൂരിഭാഗവും. യാത്ര വൈകിയതോടെ വോട്ടിന് പോകാനുള്ളവരെ തടയാനുള്ള അട്ടിമറി നീക്കമാണ് നടക്കുന്നതെന്ന് ഒരുപറ്റം യാത്രക്കാർ ആരോപണമുന്നയിച്ചു. പിന്നീട് പുനലൂർ റെയിൽവേ പോലീസും പുനലൂർ പോലീസും എത്തി പ്രതിഷേധക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെങ്കിലും അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. തീവണ്ടിയുടെ ഇടഭാഗത്തെ തകർച്ച നേരിട്ട ബോഗി മറ്റൊരു പാളത്തിലേക്ക് മാറ്റിയ ശേഷം 2 മണിക്കൂറോളം വൈകിയാണ് തീവണ്ടി പിന്നീട് തൂത്തുക്കുടിയിലേക്ക് യാത്ര തുടർന്നത്. വ്യാഴാഴ്ച രാവിലെ ചെങ്കോട്ടയിൽ നിന്നുള്ള മെക്കാനിക്കൽ സംഘമെത്തി ഹൈഡ്രോളിക് ജാക്കുകളുടെ സഹായത്തോടെ ഭീമൻ ഉരുക്ക് ഷോക്ക് അബ്സോർബറുകൾ മാറ്റി സ്ഥാപിച്ച് താൽക്കാലികമായി തകരാർ പരിഹരിച്ചിട്ടുണ്ട്. ഈ ബോഗി കൂടുതൽ അറ്റകുറ്റപ്പണികൾക്കായി പ്രത്യേക എഞ്ചിനിൽ ഘടിപ്പിച്ച് തൂത്തുക്കുടിയിലേക്ക് കൊണ്ടുപോകും. ക്യാമറാമാൻ സുനിൽ പുനലൂരിനൊപ്പം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സെയ്ദ് ഇബ്രാഹിം, ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.